ഹലോ എവരിബഡി, ഞാൻ ഒർലാൻഡോയിൽ നിന്ന് രാജേഷ് മർക്കോസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മയാമി ഡൗൺ ടൗണിലെയും ബീച്ചിലെയും കാഴ്ചകൾ കണ്ടു. ഇന്ന് നമ്മൾ പോകുന്നത് ഡൗൺ ടൗണിനടുത്തുള്ള ബേ സൈഡ് എന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ വളരെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സുകളും റെസ്റ്റോറൻറ്റുകളും ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ബോട്ട് റൈഡുകളും പലതും അവിടെ നിന്നുണ്ട്. നമുക്ക് അവിടുന്ന് ബോട്ട് റൈഡിന് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം, ഇല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് റൈഡിന് പോകാം. അതുപോലെ തന്നെ വിൻവുഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അവിടെ വളരെയധികം ഡ്രോയിങ്ങുകൾ, നല്ല കളർഫുള്ളായ ഡ്രോയിങ്ങുകൾ റോഡുകളിലൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് കാണാം. നമുക്കൊന്ന് കണ്ടുപോയി നോക്കാം. ഇതാണ് ബേ സൈഡിൻ്റെ എൻട്രൻസ്. ബേ സൈഡ് കൂടാതെ നമ്മൾ ഇന്ന് വിൻവുഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുകൂടി പോകുന്നുണ്ട്. അവിടെ നമുക്ക് ഭിത്തിയിലൊക്കെ ഒത്തിരി പടങ്ങൾ വരച്ചു വെച്ചിരിക്കുന്ന കാണാം. ആ സ്ഥലത്ത് ഈ ബേ സൈഡിനകത്ത് ഇൻസൈഡിലോട്ട് കയറുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. പലതരത്തിലുള്ളതായ സ്റ്റോറുകൾ ഇവിടെയുണ്ട്. 3D ലേസർ, മയാമി കളക്ഷൻ, അങ്ങനെ പറയുന്ന വളരെയധികം വ്യത്യസ്തമായ സ്റ്റോറുകളുണ്ട്. ഇവിടെ അടുത്തായിട്ടൊരു പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്നൊരു കട നമുക്ക് കാണാം. ഒത്തിരി പ്രാവുകൾ ഇതിൽ നടക്കുന്നത് കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ ഒത്തിരി പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ബോട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സാധാരണ ഇതിലൊക്കെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട്. ഇത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ്. വളരെ വ്യത്യസ്തപരമായിട്ടുള്ള ബോട്ടുകൾ. അപ്പുറത്തായിട്ട് ഹാർഡ് റോക്കിൻ്റെ ഒരു കഫേ നമുക്ക് കാണാം. വളരെ വ്യത്യസ്തമായ ബോട്ടുകൾ. ഹാർഡ് റോക്കിൻ്റെ കഫേ നമ്മൾ ഒർലാൻഡോയിലെ യൂണിവേഴ്സലിലെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടിരുന്നു. അവിടെയായിട്ടൊരു ഗ്രീൻ കളറിലുള്ള ബോട്ട് കാണാം. അതേലെ ആൾക്കാർ റൈഡിന് പോകുന്നതാണ്. ഇന്ന് ഇതൊന്നും റൈഡിന് പോകുന്നില്ല. അത് കാരണം നമുക്ക് ബോട്ടിൽ കയറുവാൻ സാധിക്കില്ല. ഒത്തിരി ബേഡ്സുകളൊക്കെ അതിൽ കറങ്ങി നടക്കുന്നത് കാണാം. ഫുഡിന് വേണ്ടി അടുത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ഫുഡ് മേടിക്കുവാൻ പോവുകയാണ്. ബ്രൗണി സീ ഫുഡ് എന്നാണ് ഈ കടയുടെ പേര്. ഫ്രഷായിട്ട് ഈ ബീച്ചിൻ്റെ അവിടുന്ന് പിടിച്ച മീന് നമുക്കിവിടെ കിട്ടും. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. Potato, and then there's rice with orange chicken, coleslaw, and then we got some extra Spanish rice, yellow rice. Plate idilla no. എല്ലാ
എല്ലാവർക്കും കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള ഫുഡ് ഉണ്ടായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു. നല്ല ഫുഡായിരുന്നു. നമ്മളിവിടെ നോക്കിയാൽ നല്ല മനോഹരമായ വ്യൂ കാണാം. സീസൈഡിൻ്റെ വ്യൂ കാണാം. ഈ സീസൈഡ് ഹാർഡ് റോക്ക് കഫേയുടെ അടുത്തായിട്ടാണ്. അതുപോലെ തന്നെ ബേസൈഡ് മാർക്കറ്റ് പ്ലേസിൻ്റെ ബാക്കിലായിട്ടാണ്. ഇവിടെ നമുക്ക് വലിയൊരു കറോസൽ കാണാം. നമ്മളിപ്പോൾ വിൻവുഡിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൻവുഡിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെയധികം മനോഹരമായ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ ഭിത്തിയിൽ ഇങ്ങനെ പലയിടത്തായിട്ട് വരച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതാണ് നമ്മൾ ആദ്യമായി കാണുന്ന പിക്ചർ. ഒരു മാന് വാക്കിംഗ് നടന്ന് പോകുന്നു. അപ്പോൾ ആ ലേഡി നോക്കി നിൽക്കുന്നു. ഈ ടൗണിൽ, ഈ സിറ്റിയിലെല്ലായിടത്തും ഇങ്ങനെ പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്നത് ഗ്രാഫിറ്റി എന്നാണ് പറയുന്നത്. ഇത് വൈപ്പ് ചെയ്ത് കളയുന്നതിന് പകരം അത് അവർ കീപ്പ് ചെയ്യുകയാണ് ഇവിടെ. നേച്ചറിൻ്റെ വളരെയധികം ബ്യൂട്ടിയുള്ള ഒരു സ്ഥലം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീസ്. ഒത്തിരി ആർട്ട് വർക്കുകളൊക്കെ പലയിടത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയായിട്ട് നമുക്കൊരു ഇന്ത്യൻ ഫുഡ് ട്രക്ക് കാണാം. സാധാരണ ഇങ്ങനെ ഗ്രാഫിറ്റീസ് പടങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് കാണുന്ന സ്ഥലങ്ങളെല്ലാം ബാഡ് ഏരിയയിലാണ്. പക്ഷേ ഈ സിറ്റി അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് കീപ്പ് ചെയ്യാനായിട്ടാണ്. പലരും ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള നല്ല ക്രിയേറ്റീവായിട്ടുള്ള പിക്ചറുകൾ വരച്ച് വെച്ചിരിക്കുന്നു. ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ വരച്ചിരിക്കുന്ന പടങ്ങളാണ്. മിക്കവാറും എല്ലാം സ്പ്രേ പെയിൻറ് കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ മയാമിയിലെ ലോക്കലിലുള്ള ഒരു മാളിലോട്ട് വന്നതാണ്. ഇവിടെ പലതരത്തിലുള്ള സ്റ്റോറുകളുണ്ട്. ബർലിംഗ്ടൺ, നൈക്കി, അതുപോലെ വളരെ വ്യത്യസ്തപരമായ ഒത്തിരി സ്റ്റോറുകൾ ഇവിടെയുണ്ട്. അപ്പുറത്തായിട്ട് നമുക്ക് ഐക്കിയയുടെ സ്റ്റോർ കാണാം. നിങ്ങൾ ഇതിനു മുമ്പുള്ള പല വീഡിയോകൾ കണ്ടു കാണുമായിരിക്കും. ഗിറ്റാർ ഹോട്ടൽ, അതൊരു ഹോട്ടലാണ്. ഇന്ന് നേരത്തെയുള്ള വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു ടൊബാക്കോ, ആദ്യമായിട്ടുള്ള അമേരിക്കൻ ടൊബാക്കോയുടെ ഒരു കടയാണ് ഇത്. നമ്മൾ
വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബേ സൈഡിലെയും വിൻവുഡിലെയും കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം.